നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. ഞാനിപ്പോൾ ഈ ഉടുത്ത സാരി ഇങ്ങനെ ഡയബിളിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. ഓർഗൻസയിൽ ഫുൾ ത്രെഡ് വർക്കും ചെറിയൊരു വാട്ടർ സീക്വൻസ് മൾട്ടി കളറായിട്ട് ഷൈനിങ് വരണ ഒരു വാട്ടർ സീക്വൻസ് വെച്ചിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ഡൈ ചെയ്തിട്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ ടോണിലോട്ട് വന്നിട്ട് ചെയ്തെടുത്ത റണ്ണിങ് മെറ്റീരിയൽ. അത് ഇങ്ങനെ 5.5 മീറ്റർ സാരിയിലേക്ക് വന്നിട്ട് രണ്ട് സൈഡും ഒരു അൺഈവൻ സ്കാലോപ്പ് കൊടുത്തു. 2 സൈഡ് അൺഈവൻ സ്കാലോപ്പ് കൊടുത്തിട്ട് എൻഡിലേക്ക് ഒരു ചെറിയ ടാസലൊക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുത്തു. അതിൻ്റെ തന്നെ ഒരു പ്ലെയിൻ ഓർഗൻസ ഫാബ്രിക്കിൽ ബ്ലൗസും സെറ്റ് ചെയ്തു. അപ്പോൾ അതിനിങ്ങനെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സിൽവർ കട്ട് ബീഡും സീക്വൻസും കൂടെ വെച്ച് സ്ലീവും ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തു. എൻ്റെ ബാക്ക് നെക്കും നന്നായിട്ട് ഡീപ്പായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ ഒരു ഡിസൈനിങ് കോൺസെപ്റ്റിൽ ചെയ്തെടുത്തപ്പോഴേക്കും വെരി റയർ ആൻഡ് യുണീക്കായിട്ട് നമുക്കൊരു എലഗൻ്റ് ആയിട്ടുള്ള കളറിലേക്ക് നമ്മളുടെ ഇഷ്ടപ്പെട്ട കളർ കോഡിലോട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് പറ്റിയിട്ടുള്ള ഡിസൈനർ ഫാബ്രിക്സാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. ത്രെഡ് വർക്കും വാട്ടർ സീക്വൻസും കൂടെ ചേർന്ന് വന്നിട്ട് ഓൾ ഓവർ റണ്ണിങ് മെറ്റീരിയലാണിത്. 44 വിഡ്ത്താണ് വരണേ. ഇത് പെർ മീറ്റർ 450 ആണ് ഇത് പെർ മീറ്റർ വരണേ. വിസ്കോസ് ഓർഗൻസ. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇതുപോലുള്ള സാരികൾ സെറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വരുന്ന ഹോളി കമ്മ്യൂണിയനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ബാപ്റ്റിസം അതുപോലുള്ള കോൺസെപ്റ്റിൽ നമുക്ക് ഒരു ഫാമിലി ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് ഒരു ഡ്രസ് കോഡായിട്ട് ചെയ്തെടുക്കാം. വളരെ ട്രെൻഡി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ്. ത്രെഡ് വർക്കും വാട്ടർ സീക്വൻസും തന്നെ വന്നിട്ട് പെർ മീറ്റർ 450. ചെറിയ ഡിസൈൻസിൽ ഫാബ്രിക്കും എല്ലാം ലെങ്ത്ത് വിഡ്ത്ത് ഒക്കെ ഒരേപോലെ തന്നെ വന്നിട്ട് ആ ഡിസൈനിൽ മാത്രം ചെറിയ വേരിയേഷൻസ്. ഇത് വീണ്ടും ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെ വളരെ തിക്കായിട്ടുള്ളൊരു ഡിസൈൻ. വാട്ടർ സീക്വൻസ് പെർ മീറ്റർ 480. പെർ മീറ്റർ 480. അപ്പോൾ 5.5 മീറ്റർ ഈ ഒരു തുണിയിലേക്ക് ഒരു 5.25 6 അടുത്ത് എടുത്തിട്ട് ഡൈ ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു സാരിയാക്കി എടുക്കാം. എന്നിട്ട് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസിൽ നമുക്ക് സാരിയും ബ്ലൗസൊക്കെ സെറ്റ് ചെയ്തെടുത്താൽ വളരെ ഒരു എലഗൻറ്റ് ലുക്കും എപ്പോഴും ആ ഒരു കോമൺ കാണുന്ന കളേഴ്സിൽ നിന്നും കോമൺ കാണുന്ന ഡിസൈൻസിൽ നിന്നും മാറ്റി നമുക്കൊന്ന് ചിന്തിക്കണമെന്ന് തോന്നുമ്പോൾ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇത് വീണ്ടും ഓർഗൻസ, വിസ്കോസ് ഓർഗൻസയിൽ തന്നെ ഒരു ക്രീപ്പർ പാറ്റേണിൽ ഓൾ ഓവർ വർക്ക്. ഇപ്പം നമുക്ക് ഇതിനോട് ചേർന്ന് പോകുന്ന ഏതെങ്കിലും ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിനൻ അങ്ങനെ വന്നിട്ടുള്ള പ്യുവർ ഫാബ്രിക്സിൽ കുട്ടികൾക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്കും ബോയ്സ് ആൻഡ് ഗേൾസ്. പിന്നെ അതുപോലെ നമുക്ക് ജെൻസിന് പറ്റിയിട്ട് ഷർട്ട് മേക്ക് ചെയ്തെടുക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വന്ന പോലെ ഒരു സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ജെൻസിന് ഷർട്ടിങ് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഓർഗൻസയിൽ തന്നെ ദാമൻ വർക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് ഇത് ഒരു ബ്രൈഡൽ കോൺസെപ്റ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലാച്ച, ലെഹങ്ക, ദാവണി ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പറ്റിയിട്ടുള്ള ഇത് ഫുൾ ത്രെഡ് വർക്കും കോഡിങ്ങും കൂടെ ചേർന്ന് വന്നിട്ടുള്ളൊരു വർക്കാണ്. ചുരിദാർ സെറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഓർഗൻസയാണ്. ഇതും ഓർഗൻസയിൽ തന്നെ ഒരു സീക്വൻസൊക്കെ കൊടുത്തിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ പാർട്ടി വെയർ ആയിട്ടുള്ള ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. സാരിയായിട്ടും. സാരിക്ക് വിഡ്ത്ത് കുറവാണോ? 44 ആണോ? ഇത് ദുപ്പട്ട വിഡ്ത്താണ് വരണേ. ഈ ഒരു ഡിസൈനിൽ ദാവണി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓർഗൻസ വെച്ചിട്ട് വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജോർജറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ആ ഒരു ക്രിയേഷൻ.
ഇതും ഓർഗൻസയുടെ തന്നെ ദുപ്പട്ട ക്ലോത്താണ്. രണ്ട് സൈഡും സ്കാലോപ്പോട് കൂടിയിട്ട്. ഇതൊരു ബ്രൈഡൽ കോൺസെപ്റ്റിൽ ചെറിയ ക്രോപ്പ് ടോപ്പും ബെൻവി നെക്കൊക്കെ കൊടുത്തിട്ട് വർക്കുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് സ്കേർട്ടും ടോപ്പും ചെയ്തിട്ട് ഇത് നമുക്ക് ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടിങ്ങനെ ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു ബെൽറ്റൊക്കെ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത ഒരു പാർട്ടി വെയർ, ഹൽദി ആ ഒരു ഇവൻറ്റിനൊക്കെ പറ്റിയിട്ടുള്ള ഇതാണ്. ഇത് വീണ്ടും കുറച്ചും കൂടെ ലെഹങ്കയ്ക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ലെഹങ്ക സെറ്റൊക്കെ ബ്രൈഡൽ കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ പറ്റിയിട്ടുള്ള സ്കേർട്ടാണ്. ഇത് അനാർക്കലി പോലെ സെറ്റ് ചെയ്തെടുക്കാം. കാരണം ദാമൻ വർക്കും സ്ട്രൈപ്സ് ആയിട്ടുള്ള പാറ്റേണുമാണ്. ഒരേ കലീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ബ്രൈഡൽ ലെഹങ്കയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഡയറക്റ്റായിട്ട് വെഡ്ഡിങ് ബ്രൈഡ്സിൻ്റെ ചർച്ച് വെയറായിട്ട് യൂസ് ചെയ്യാം. ഒരു ട്രഡീഷണൽ ആ ഒരു ഇതിൽ ഇങ്ങനെ സ്കേർട്ട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിനോട് പെയർ ചെയ്ത് പോകുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിനോട് ചേർന്ന് പോകുന്ന ഒരു ദുപ്പട്ടയായിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മനീഷ് മൽഹോത്ര ഒരു ഡിസൈനിലൊക്കെ കേരള റിലേറ്റഡ് ബ്രൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേജിലോട്ട് ഈ ഒരു കോൺസെപ്റ്റിലാണ് ധാവണിയും ലെഹങ്കയൊക്കെ സെറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഇതിങ്ങനെ പെയർ ചെയ്ത് പോകുന്ന ഈ വർക്കിനോട് ചേർന്ന് പോകുന്ന ദുപ്പട്ടയാണിത്. ഇതാണ് നമുക്ക് ലെഹങ്കയുടെ സ്കേർട്ടിന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാറ്റേൺ, ആ ഒരു ഡിസൈൻ. അതിനോട് ചേർന്ന് പോകുന്ന ഈ ഒരു വർക്കും. ഇത് വീണ്ടും ഒരു 52 ഇഞ്ച് വീതിയിലേക്ക് നമുക്ക് ദാമൻ സൈഡ് നല്ല ഒരു വർക്ക് വന്നിട്ട് ലെഹങ്ക കോൺസെപ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സെറ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് പാനൽ കട്ടിങ്ങിൽ അനാർക്കലി പോലെ സെറ്റ് ചെയ്തെടുക്കാം. പാർട്ടി വെയർ ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമായിട്ട് ചെയ്തെടുക്കാം. ഒരു ഡയബിൾ ക്ലോത്താണ്, ഗോൾഡൻ സീക്വൻസ് ആണ് വരുന്നത്. ഇതിന് 36 ഇഞ്ച് വീതിയിലേക്ക് പെയർ ചെയ്ത് പോകുന്ന ദുപ്പട്ട ആ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള ക്ലോത്താണ്. നമുക്ക് ഈ സ്കേർട്ടിനോട് ചേർന്ന് പോകുന്ന വർക്കിൽ പറ്റിയിട്ടുള്ള ദുപ്പട്ട. ഇത് പെർ മീറ്റർ 725 ആണ് വരുന്നത്. ഇത് വീണ്ടും ഗജ്ജി സിൽക്കിൽ ഓൾ ഓവർ ജാൽ ഡിസൈൻ പോലെ ഇങ്ങനെ വന്നിട്ട് നല്ലൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെ ലാച്ച ലെഹങ്ക ആ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള ക്ലോത്ത്സാണ്. പ്യുവർ ഗജ്ജിയിൽ ഡയബിളായിട്ടുള്ള ക്ലോത്ത്സാണ്. മൾട്ടി കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടൊരു ഏലക്ക ഗ്രീനും ഒരു ബോട്ടിൽ ഗ്രീനും കൂടെ വർക്ക് പോകുന്നു. ഈ ഒരു ഡിസൈനിൽ തന്നെ ഗജ്ജി സിൽക്കിൽ മൾട്ടി കളർ ത്രെഡ് ഇങ്ങനെ വരുന്നു. ഒരു ലൈറ്റ് ലൈലാക്ക് ആൻഡ് വൈൻ റെഡ് കളറിലേക്ക് വാട്ടർ സീക്വൻസും ഗജ്ജി സിൽക്കും കൂടെ വന്നിട്ട് ഇതിനി 5.5 മീറ്റർ സാരി ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു സ്കർട്ട് ക്രോപ്പ് ടോപ്പ് എന്നുള്ള കോൺസെപ്റ്റിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലോത്ത്സാണ്. ഇത് പെർ മീറ്റർ വരുന്നത് 495 ആണ് പെർ മീറ്റർ വരുന്നത്. ഇത് വീണ്ടും ഗജ്ജി സിൽക്കിൽ തന്നെ സെയിം ഡിസൈൻ സെയിം വർക്ക്, പക്ഷേ മൾട്ടി കളർ ആയിട്ടുള്ള ഈ ത്രെഡിൻ്റെ വർക്കിൽ മാത്രം ഒരു പീക്കോക്ക് ബ്ലൂ ആൻഡ് ഹാപ്പി ബ്ലൂ ആ ഒരു കളർ ചേഞ്ച്. ഇതൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഡൈ ചെയ്ത് വരുമ്പോഴേക്കും നല്ല ഡാർക്ക് കളറുകളിലേക്ക് ഡൈ ചെയ്ത് വരുമ്പോഴേക്കും നല്ല ഒരു ബ്രൈറ്റ്നസ് ഉള്ള ക്ലോത്താണ്. ഇത് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്, ഫുൾ ത്രെഡ് വർക്ക് വിത്ത് കോപ്പർ സീക്വൻസ്. അപ്പം നല്ല ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കോപ്പർ കളറിലേക്ക് വന്നിട്ടുള്ള സീക്വൻസ്. ഇതിങ്ങനെ ബാപ്റ്റിസം സാരി ആയിട്ട് യൂസ് ചെയ്യാം. ഹോളി കമ്മ്യൂണിയൻ ബേസ്ഡായിട്ട് ചർച്ച് വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു പേസ്റ്റൽ കളർ ടോണിലേക്കൊക്കെ ഡൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ്. നല്ല ഡിസൈനുമാണ്. ഫുൾ തിക്ക് വർക്കായിട്ട് വന്നിട്ട് ഗോൾഡൻ സീക്വൻസ്, ഫുൾ ത്രെഡ് വർക്ക്, ഫ്ലോറൽ ഡിസൈൻസ്. ഇത് വീണ്ടും കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള സീക്വൻസ് ത്രെഡ് വർക്ക്.
ആ ഒരു ലക്നവി ത്രെഡ് വർക്കാണ് ബോഡിയിലേക്ക് വരുന്നത്. ഇതൊരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ ചുരിദാറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അനാർക്കലി, പാനൽ കട്ട്, എ ലൈൻ, അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു നമ്മളൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനും പോകാനായിട്ടും പറ്റിയതാണ്. നമുക്കൊരു ഫങ്ഷൻ, ബാപ്റ്റിസം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കോൺസെപ്റ്റിലും പറ്റിയിട്ടുള്ള വളരെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇത് വീണ്ടും ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ഒരു ഗോൾഡൻ സീക്വൻസ്. ഇത് ബ്ലൗസിൻ്റെ മെറ്റീരിയലായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ സ്കേർട്ട്, പാനൽ സ്കേർട്ട് ചെയ്തെടുക്കാം. 44 വിഡ്ത്താണ് ഇതിനൊക്കെ വരുന്നത്. വർക്ക് 36ഉം ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 44ഉം. ഇത് വീണ്ടും ആ ഒരു ഡിസൈനിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയ ചെറിയ കോപ്പർ സീക്വൻസ് വരുന്നു. പെർ മീറ്റർ 1350. പെർ മീറ്റർ 1350. ഇത് ജോർജറ്റിൽ ലക്നവി ത്രെഡ് വർക്ക് വന്നു. ഒരു മൈൽഡായിട്ടുള്ള സീക്വൻസ് വരുന്നു. ഇത് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ, ഫുൾ ത്രെഡ് വർക്കാണ്. സാരി ആയിട്ട് യൂസ് ചെയ്യാം. ദാമൻ വർക്കാണ്. ലാച്ച സ്കേർട്ട്. വിഡ്ത്തിൽ 56 52 വിഡ്ത്തിൽ ടോട്ടൽ വിഡ്ത്ത് വരുന്നുണ്ട്. വർക്ക് ഒരു 48 വരുന്നുണ്ട്. ബിഗ് പന്ന. ഇത് വീണ്ടും ഫ്ലോറൽ ഡിസൈൻസിൽ ഫുൾ ത്രെഡ് വർക്ക്, വളരെ തിക്കായിട്ടുള്ളൊരു ഡിസൈൻസ്. ഒരു ബെൻവി നെക്ക് ബാക്കിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ഡിസൈനർ കോൺസെപ്റ്റിൽ റിച്ച് ആയിട്ടുള്ള ബ്ലൗസും പ്ലെയിൻ ആയിട്ടുള്ള സാരി വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ക്ലോത്ത്സാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇതെല്ലാം സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.